അനധികൃതമായി സർക്കാർ ഭൂമി കൈവശം വെച്ചെന്ന പരാതിയിന്മേൽ നെല്ലിയാമ്പതിയിലെ 19 എസ്റ്റേറ്റുകൾക്കെതിരെ പോലീസ് കേസെടുത്തു. പോപ്സൺ, മണലാരു, ചന്ദ്രാമല ഉൾപ്പെടെയുള്ള എസ്റ്റേറ്റുകൾക്കെതിരെയാണ് വിവിധ വകുപ്പുകൾ പ്രകാരം പാടഗിരി പോലീസ് കേസെടുത്തത്. ബ്രിട്ടീഷുകാർ കൈവശം വെച്ചിരുന്ന നെല്ലിയാമ്പതിയിലെ എസ്റ്റേറ്റുകൾ 1947 ശേഷം സർക്കാരിലേക്ക് നൽകാതെ കൈമാറ്റം നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നെല്ലിയാമ്പതിയിലെ 19 എസ്റ്റേറ്റുകൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം വെച്ച് ആദായമെടുക്കുന്നുവെന്ന പരാതിയിൽ ലാൻഡ് കൺസർവേഷൻ ആക്ട് 7 വകുപ്പ് പ്രകാരവും IPC 423, 424 പ്രകാരവുമാണ് കേസെടുത്തിട്ടുള്ളത്. നെന്മാറ സ്വദേശികളായ അശോക് കുമാർ, വൈശാഖ്, ശശികുമാർ എന്നിവരാണ് പരാതിക്കാർ. കഴിഞ്ഞ 3 ദിവസങ്ങളിലായാണ് 19 എസ്റ്റേറ്റുകൾക്കെതിരെ കേസെടുത്തത്. ഒക്ടോബർ 12-ന് പോപ്സൺ, മോങ്ക്വുഡ്, പാരപ്പാറ, അലക്സാണ്ട്രിയ തുടങ്ങിയ എസ്റ്റേറ്റുകൾക്കെതിരെയും 13-ന് മണലാരു, ലില്ലി, ബിയാട്രീസ്, പുലയൻപാറ, ചെറുനെല്ലി, വിക്ടോറിയ, വലിയവാരം, പോത്തുണ്ട് എന്നിവയ്ക്കെതിരെയും ഇന്നലെ പോത്തുപ്പാറ, രാജാക്കാട്, കൊട്ടേങ്ങാട്, ചന്ദ്രാമല, കുമ്പളക്കുടി, കരടിമല, വെസ്റ്റ് പുല്ലാല തുടങ്ങിയ എസ്റ്റേറ്റുകൾക്കെതിരെയുമാണ് കേസെടുത്തിട്ടുള്ളത്. 9,000-ഓളം ഏക്കർ ഭൂമിയാണ് നെല്ലിയാമ്പതിയിൽ വിവിധ എസ്റ്റേറ്റുകൾ കയ്യേറിയിട്ടുള്ളതെന്നാണ് പരാതിക്കാരുടെ വാദം. 1920-ന് മുമ്പ് 25 എസ്റ്റേറ്റുണ്ടായിരുന്ന നെല്ലിയാമ്പതിയിൽ ഇന്ന് വലുതും ചെറുതുമായ 52 എസ്റ്റേറ്റുകളുണ്ടെന്നും ഇത് നിയമവിരുദ്ധമായി കൈമാറ്റം ചെയ്തതാണെന്നും പരാതിക്കാർ പറയുന്നു. അനധികൃതമായി കൈവശം വെച്ച ഭൂമി തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനും പരാതിക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പ്രസാദ് ഉടുമ്പിശ്ശേരി, റിപ്പോർട്ടർ, പാലക്കാട്.